ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സോഷ്യോളജിന്റെ വളർച്ചയെ സഹായിച്ച മൂന്നാമത്തെ കാര്യത്തിലേക്കാണ് കടക്കുന്നത്, എൻലൈറ്റൻമെന്റ്. അപ്പോൾ 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ ഒരു ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആണ്, ഒരു ബൗദ്ധിക പ്രസ്ഥാനത്തെയാണ് നമ്മൾ ജ്ഞാനോദയം എന്ന് വിളിക്കുന്നത്, അല്ലേ? അതായത് അത് ശാസ്ത്രത്തെയും യുക്തിയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ പ്രസ്ഥാനമായിരുന്നു ജ്ഞാനോദയം എന്ന് പറയുന്നത്. ജ്ഞാനോദയ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ചിന്തയിലും മനുഷ്യന്റെ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജോൺ ലോക്ക്, ഇമ്മാനുവൽ കാന്റ്, റൂസോ, വോൾട്ടയർ ഇങ്ങനെയുള്ള ധാരാളം ചിന്തകന്മാർ ഈ കാലഘട്ടത്തിൽ അവർ മുന്നോട്ട് വെച്ച ചിന്തകളും ഒക്കെയാണ് മനുഷ്യന്റെ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും മനുഷ്യന്റെ ചിന്തയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കുക. ജ്ഞാനോദയ കാലഘട്ടത്തിലെ ചിന്തകന്മാർ അവർ ജീവിച്ചിരുന്ന സമൂഹത്തെക്കുറിച്ചും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്താൻ നിർബന്ധിതരാകുകയും അവര് സമൂഹത്തെക്കുറിച്ചും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു, അല്ലെ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ സാമൂഹികമായ കലഹങ്ങൾ, സമാധാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹവുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ട്, അല്ലെ? ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും സമൂഹത്തിൽ സമാധാനം വേണം, സമൂഹത്തിൽ കലഹങ്ങളും ഇതൊക്കെ ഒഴിവാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഈ ചിന്തകന്മാരൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ ഇവരുടെ ചിന്ത സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ പിന്നീട് സോഷ്യോളജി പോലുള്ള സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജ്ഞാനോദയ കാലഘട്ടത്തിലെ ചിന്തകന്മാർ അവർ ജീവിച്ചിരുന്ന സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ജോൺ ലോക്കിന്റെയും തോമസ് ഹോബ്സിന്റെ ഒക്കെ സാമൂഹ്യ കരാർ സിദ്ധാന്തങ്ങൾ, അല്ലെ, സമൂഹം എങ്ങനെ ഉണ്ടായി എന്നുള്ള സാമൂഹ്യ കരാർ സിദ്ധാന്തങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ഇങ്ങനെയുള്ള ധാരാളം വിപ്ലവങ്ങളെ, സമരങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ജ്ഞാനോദയ കാലഘട്ടത്തിലെ ചിന്തകന്മാർ സമൂഹത്തെക്കുറിച്ചും സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരു പുതിയ കാഴ്ചപ്പാട് നൽകാൻ സഹായിച്ചിട്ട്, സമൂഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയല്ല, മറിച്ച് മനുഷ്യൻ സൃഷ്ടിച്ചതാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാൻ ജ്ഞാനോദയ കാലഘട്ടത്തിലെ ചിന്തകന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ സമൂഹത്തെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരാൻ ജ്ഞാനോദയ കാലഘട്ടത്തിലെ ചിന്തകന്മാർക്ക് കഴിഞ്ഞു. ഈ ചിന്തകൾ പിന്നീട് സോഷ്യോളജി പോലുള്ള വിഷയങ്ങളുടെ വളർച്ചയെ ഏറെ സഹായിച്ചു, അല്ലെ? അപ്പൊ ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തകനായിരുന്നു സെൻ സൈമൺ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ സെൻ സൈമൺ പറയുന്നത് തൊഴിലാളികൾക്ക് കൂടുതൽ പരിഗണനയും പ്രതിഫലമൊക്കെ കിട്ടണം, എന്നാലേ ഒരു നല്ലൊരു സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ തൊഴിലാളികളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ച ആളാണ് സെൻ സൈമൺ, അല്ലെ? സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയൊക്കെ അതിൻ്റെ ഒക്കെ ഒരു തുടക്കക്കാരിൽ ഒരാളും കൂടിയായിരുന്നു ആര്? സെൻ സൈമൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻ സൈമണിനെ പോലുള്ള ആളുകളുടെ ചിന്തകളും ആശയങ്ങളൊക്കെ പിന്നീട് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിന്റെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ജ്ഞാനോദയ കാലഘട്ടത്തിലെ ജോൺ ലോക്ക്, തോമസ് ഹോബ്സ്, റൂസോ, മോണ്ടസ്ക്യൂ, സെൻ സൈമൺ, ഇങ്ങനെയുള്ള ഇമ്മാനുവൽ കാന്റ്, ഇങ്ങനെയുള്ള ചിന്തകന്മാരുടെ ചിന്തകൾ, അവർ മുന്നോട്ട് വെച്ച സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ തന്നെ പിന്നീട് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയം വേണം എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കുകയും അങ്ങനെ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിഷയമായിട്ട് പിന്നീട് ഏത് വരികയാണ്? സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയം വളർന്നു വരികയാണ് ചെയ്തത്. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. റെനൈസൻസ്, നവോത്ഥാനം. അപ്പൊ സോഷ്യോളജിന്റെ വളർച്ചയെ സഹായിച്ച നാലാമത്തെ ഘടകമാണ് റെനൈസൻസ്, നവോത്ഥാനം. റെനൈസൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രഞ്ച് വാക്കാണ്. ഈ ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം റീബർത്ത്, പുനർജന്മം എന്നാണ്. അപ്പോൾ പ്രാചീന കാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന ആശയങ്ങളുടെയും അറിവിന്റെ ഒക്കെ പുനർജന്മമായിട്ടാണ് നവോത്ഥാനത്തെ കാണേണ്ടത്. മനസ്സിലായോ? അതായത് പ്രാചീന ഗ്രീസിലെ സയൻസിനും ഫിലോസഫിക്കും എല്ലാറ്റിനും നല്ല വളർച്ച ഉണ്ടായിരുന്നു. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, അല്ലേ, സോക്രട്ടീസ്, അതുപോലെ തന്നെ പൈതഗോറസ്, ഇങ്ങനെയുള്ള ധാരാളം ചിന്തകന്മാർ പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്നു. എന്നാൽ യൂറോപ്പ് മധ്യകാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹമായിട്ട് മാറുക. അപ്പോൾ ശാസ്ത്രത്തിനും അതുപോലെ തന്നെ യുക്തിക്കൊന്നും തീരെ വളർച്ച ഇല്ലാത്തൊരു സമയമാണ് മധ്യകാലഘട്ടം. എന്നാൽ ഈ ഒരു 14-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും യൂറോപ്പ് വീണ്ടും തിരിച്ച് പഴയ കാലഘട്ടത്തിലെ ശാസ്ത്രത്തിലേക്കും യുക്തിവാദത്തിലേക്കൊക്കെ തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ നവോത്ഥാന കാലഘട്ടം എന്ന് വിളിക്കുന്നത്. നവോത്ഥാനം തുടങ്ങുന്നത് ഇറ്റലിയിലാണ്. 14-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിലാണ്
റെനൈസൻസ്, നവോത്ഥാനം ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ അതായത് റീബർത്ത് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതായത് പഴയ കാലഘട്ടത്തിലെ എന്താണ് ശാസ്ത്ര പുരോഗതിയിലേക്കും ഇതിലേക്കൊക്കെ ഉള്ള ഒരു തിരിച്ചു പോക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കേണ്ടത്, നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. മനസ്സിലായ? പ്രാചീന ഗ്രീസിലും ഇതിലൊക്കെ നല്ല ശാസ്ത്രത്തിനും അല്ലെ സാഹിത്യത്തിനും എല്ലാറ്റിനും വളർച്ച ഉണ്ടായിരുന്നു. അവിടുന്ന് മധ്യകാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തില്ല, യൂറോപ്പിൽ യാതൊരു പുരോഗതിയും ശാസ്ത്രത്തിനോ സാഹിത്യത്തിനോ ഒന്നുമില്ല. വീണ്ടും തിരിച്ച് അങ്ങോട്ടുള്ള ഒരു പോക്ക് 14-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് നടക്കുന്നത്. ഈ കാലഘട്ടത്തെയാണ് നമ്മൾ നവോത്ഥാന കാലഘട്ടം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക ലോകത്തിലേക്കുള്ള മാറ്റത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന പദം അടയാളപ്പെടുത്തുന്നത്. മനസ്സിലായോ? അപ്പൊ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്. മധ്യകാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിൽ അല്ലെ, അതായത് മോഡേൺ നമ്മുടെ ലോകം ആധുനിക യുഗത്തിലേക്ക് കടക്കുന്നത് നവോത്ഥാനത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് യുക്തി, അതുപോലെ തന്നെ മാനവികത എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നവോത്ഥാന കാലഘട്ടത്തിലും മനുഷ്യന്റെ ചിന്തയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. അതായത് ദൈവത്തിനേക്കാളും സ്ഥാനം മനുഷ്യന് വരാൻ തുടങ്ങി എന്നുള്ളതാണ് നവോത്ഥാന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ മതത്തിനേക്കാളും എന്താണ് മനുഷ്യന്റെ യുക്തിക്ക്, മനുഷ്യന്റെ ചിന്തിക്കാനുള്ള കഴിവിന് പ്രാധാന്യം വന്നു എന്നുള്ളതാണ് നവോത്ഥാന കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. അപ്പൊ പ്രാചീന കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങൾ ശേഖരിക്കാനും അവ വീണ്ടെടുക്കാനൊക്കെ നവോത്ഥാനം പ്രോത്സാഹനം നൽകുകയും എന്താണ് ഗ്രന്ഥങ്ങളൊക്കെ, പ്രാചീന ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതിനെ അത് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു അല്ലേ. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലെ ശാസ്ത്രബോധം വളർത്താൻ നവോത്ഥാന കാലഘട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു അന്വേഷണ ത്വര അല്ലേ, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനുള്ള ഒരു എന്താണ് ഒരു ത്വര ഉണ്ടാക്കാനും നവോത്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നെന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ജനങ്ങൾക്കിടയിൽ അന്വേഷണ ത്വര, അതുപോലെ തന്നെ ശാസ്ത്രബോധമൊക്കെ വളർത്തിയെടുക്കാൻ നവോത്ഥാന കാലഘട്ടത്തിന് കഴിഞ്ഞു. ശാസ്ത്രങ്ങൾക്ക് പുറത്തുള്ള ഒരു വിഷയം എന്നുള്ള നിലയിൽ ഫിലോസഫിക്ക് കൂടുതൽ പ്രാധാന്യം ഈ നവോത്ഥാന കാലഘട്ടത്തിൽ വരുന്നു അല്ലേ. അതായത് ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള ശാസ്ത്രത്തിന് അതിനു മുമ്പ് തന്നെ പ്രാധാന്യം വരുന്നുണ്ടെങ്കിലും ഭൗതിക വസ്തുക്കളല്ലാത്ത മറ്റ് സംഗതികളെ പറ്റി പഠിക്കുന്ന, സമൂഹത്തെ പറ്റിയും അല്ലെ സാമൂഹ്യ ജീവിതത്തൊക്കെ കുറിച്ച് പഠിക്കുന്ന ആദ്യ വിഷയമായിട്ട് ഫിലോസഫിക്ക് പ്രാധാന്യം വരുന്നതും ഏത് കാലഘട്ടത്തിലാണ്, നവോത്ഥാന കാലഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഫിലോസഫിയിൽ നിന്നാണ് പിന്നീട് പല സോഷ്യൽ സയൻസുകളും ഉണ്ടാകുന്നതും ആ സോഷ്യൽ സയൻസുകളുടെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് സോഷ്യോളജി എന്ന വിഷയം വളർന്നു വരുന്നത് എന്ന് എന്ത് ചെയ്യുക, ഇവിടെ ഓർത്തു വെച്ചാൽ മതി. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് നവോത്ഥാന കാലഘട്ടത്തിൽ മനുഷ്യന്റെ ചിന്തിക്കാനുള്ള ശേഷിക്ക്, യുക്തിക്ക് കൂടുതൽ പ്രാധാന്യം വന്നു. അതുപോലെ തന്നെ മതത്തിനേക്കാളും പ്രാധാന്യം ശാസ്ത്രത്തിന് ലഭിച്ചൊരു കാലഘട്ടമാണ് നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നവോത്ഥാന കാലഘട്ടത്തിന്റെ ഭാഗമായിട്ട് ശാസ്ത്രത്തിന് പുരോഗതി ഉണ്ടായി. അപ്പോൾ ശാസ്ത്രത്തിന് പുറത്തുള്ള ഇപ്പോൾ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന വിഷയങ്ങൾക്കും ഒരു വിഷയങ്ങളുടെ ഒക്കെ പുരോഗതി കൂടി ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഫിലോസഫി എന്ന് പറയുന്ന ഒരു പുതിയ സബ്ജക്ട്, ശാസ്ത്രത്തിന് പുറത്തുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് ഫിലോസഫി വരുന്നത്. ഈ ഫിലോസഫി എന്നാണ് മറ്റ് സോഷ്യൽ സയൻസ് ഒക്കെ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക. ഈ സോഷ്യൽ സയൻസുകളുടെ ഉത്ഭവത്തിന്റെ ഫലമായിട്ടാണ് കാലക്രമേണ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ ഉത്ഭവം ഉണ്ടാകുന്നത് എന്നാണ് നമ്മളിവിടെ പഠിച്ചു വെക്കേണ്ടത്. അപ്പം നവോത്ഥാനവും ഒരർത്ഥത്തിൽ സോഷ്യോളജിയുടെ വളർച്ചയെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.